ഇന്ന് നമുക്ക് ചായക്ക് ഒരു വീട്ടിൽ തന്നെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ സ്നാക്സ് ഒന്നും പുറത്ത് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തേങ്ങയിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി നല്ലോണം ഒന്ന് വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ തേങ്ങയും പഞ്ചസാര. എന്നിട്ട് നല്ലോണം അത് റെഡിയായി വരുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഇടുന്നിട്ട് നെയ്യും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ നല്ലോണം അത് വിളയിച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പൊ ഞാനൊരു 1/4 കിലോ മൈദപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനത് ഇതിലേക്ക് പഞ്ചസാരയും പിന്നെ അതുപോലെ തന്നെ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ല ഉപ്പും പഞ്ചസാരയും കൂടി ആകുമ്പോഴത്തേക്കും ആ ഒരു രണ്ടും ലെവൽ ചെയ്ത് നല്ല ടേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും മൈദ കട്ട പിടിക്കുന്നത് നല്ലോണം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി 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 കട്ട പിടിക്കാതെ നല്ല ദോശമാവ് പരുവത്തിലാക്കി എടുക്കണോട്ടോ. അപ്പം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൈദ നല്ലോണം കട്ട പിടിക്കാനായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറേ നേരം ഇളക്കി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളിത് ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊക്കെ മാറ്റി ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശക്കല്ല് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നോർമലി ദോശ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഇനി ഇങ്ങനെ മുരിഞ്ഞു വന്ന ദോശയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ തേങ്ങ വെളിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 വശവും നന്നായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. 2 സൈഡിലും മടക്കി കൊടുത്തിട്ട് അപ്പം 2 സൈഡും മടക്കി വെച്ചിട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. പെട്ടെന്ന് സിമ്പിളായിട്ട് വേഗം കഴിയും. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇനി മുട്ടക്കൊള്ളപ്പം എന്നാണ് പറയണത്, അതായത് നമ്മുടെ എറണാകുളത്ത്. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇതിന് എന്താ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ഇടണം കേട്ടോ.